ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറുള്ളി, 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 2-3 പച്ചമുളക്, കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് 1/2 ടീസ്പൂൺ, പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. അങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങാക്കൂട്ട് ചേർക്കാം. അങ്ങനെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കറിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അയിലമീൻ ഇട്ട് കൊടുക്കാം. 3 അയിലമീൻ ഉണ്ടായിരുന്നു, കൈയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.